നമസ്കാരം. ഇഡി തന്റെ മകൻ വിവേക് കിരണിന് അയച്ചെന്ന് പറയുന്ന സമൻസ് കണ്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. സമൻസ് കിട്ടിയതായി മകൻ തന്നോട് പറഞ്ഞിട്ടില്ല. തന്റെ മക്കളിൽ അഭിമാനമാണുള്ളത്. ദുഷ്പേരുണ്ടാക്കുന്ന തരത്തിൽ മക്കൾ പ്രവർത്തിച്ചിട്ടില്ല. മക്കൾ കളങ്കരഹിത രാഷ്ട്രീയത്തിനൊപ്പം നടക്കുന്നവരാണ്. മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ് തന്റെ മകനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമൂഹത്തിന് മുന്നിൽ തന്നെ കളങ്കിതനാക്കി ചിത്രീകരിക്കാനാണ് ശ്രമം. എന്തെല്ലാം കണ്ടിരിക്കുന്നു താൻ. ഇതൊന്നും തന്നെ ഏശില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. തന്റെ രാഷ്ട്രീയ പ്രവർത്തനം സുതാര്യമാണെന്നും മകന് ഇഡി സമൻസ് ലഭിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തന്റെ 2 മക്കളിലും അഭിമാനമാണുള്ളത്. ജോലി, വീട് എന്ന രീതിയിൽ മാത്രം ജീവിക്കുന്നയാളാണ് മകൻ. ഇഡി സമൻസ് അയച്ചത് ആർക്കാണ്? ആരുടെ കയ്യിലാണ് സമൻസ് കൊടുത്തത്? ഒരു സമൻസും ക്ലിഫ് ഹൗസിൽ വന്നിട്ടില്ല. വിവേക് അത്തരം ഒരു കാര്യം പറഞ്ഞിട്ടുമില്ലെന്നും പിണറായി പറഞ്ഞു. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഏജൻസികളെ ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പൂർത്തിയായ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. അന്വേഷണത്തിന് മുന്നേ വിധി എഴുതേണ്ടെന്ന കാര്യമില്ല. അന്വേഷണത്തെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുന്ന ഒരു പരാമർശവും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. അന്വേഷണം കഴിഞ്ഞ് ആരൊക്കെ ജയിലിൽ പോകുമെന്ന് അപ്പോൾ നോക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എയ്ഡഡ് സ്കൂളിലെ ഭിന്നശേഷി നിയമന വിഷയത്തിൽ NSSന് അനുകൂലമായി വന്ന സുപ്രീം കോടതി വിധി എല്ലാ മാനേജ്മെന്റുകൾക്കും ലഭ്യമാക്കാൻ നിയമ നടപടി സ്വീകരിക്കാൻ ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ചു. സുപ്രീം കോടതി അനുമതിയോടെ അത് നടപ്പാക്കും. എല്ലാവരുടെയും ആവശ്യം പരിഗണിച്ചാണ് സർക്കാർ തീരുമാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുനമ്പം വിഷയത്തിൽ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചു. റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. സംസ്ഥാനത്തെ നവകേരള വികസനം സംബന്ധിച്ച് സമഗ്രമായ പഠനം നടത്താനായി സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിൽ പുതിയ പരിപാടി അവതരിപ്പിക്കും. ഈ പരിപാടിയിലൂടെ സന്നദ്ധ സേനാ അംഗങ്ങൾ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് വിശദമായ പഠന റിപ്പോർട്ടായി തയ്യാറാക്കുകയും ഭാവി കേരളത്തിന്റെ വികസന രൂപരേഖയ്ക്ക് അടിസ്ഥാനമാക്കുകയും ചെയ്യും. വികസിത രാജ്യങ്ങൾക്ക് തുല്യമായ ജീവിത നിലവാരം സംസ്ഥാനത്ത് ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വികസന പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് ലഭ്യമാകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തെ പുകഴ്ത്തി സംസാരിച്ചത് മുഖ്യമന്ത്രി പരാമർശിച്ചു. രാജ്യത്തെ പൊതുനയങ്ങളിൽ നിന്നും ഭിന്നമായി സ്വീകരിച്ച ജനപക്ഷ നയങ്ങളാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഉയർന്ന ജീവിത നിലവാരമുള്ള നാടാക്കി കേരളത്തെ വളർത്തിയത്. ഈ വികസന രീതി കേരള മോഡൽ എന്ന രീതിയിൽ ലോക ശ്രദ്ധ നേടി. ജീവിത നിലവാര സൂചികയിൽ ഏറെ മുന്നിലാണ് നമ്മുടെ സംസ്ഥാനം. ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ നിരവധി ജനാധിപത്യ ജനക്ഷേമ ഇടപെടലുകളുടെ ഫലമായിട്ടാണ് ഇന്നത്തെ കേരള സമൂഹം വാർത്തെടുക്കപ്പെട്ടത്. ആ അടിത്തറയിൽ ഊന്നിയാണ് ജനക്ഷേമ പദ്ധതികളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കിയും ഇതുവരെ കാണാത്ത നേട്ടങ്ങൾ വ്യാവസായിക മേഖലകളിലടക്കം സ്വന്തമാക്കിയും പുതിയ ഉയരങ്ങളിലേക്ക് നാം കുതിച്ചത്. ഇത് ഏവരും അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ കൊളംബിയയിൽ നടത്തിയ പ്രസംഗം ഏവരും കേട്ടതാണ്. ചില സ്ഥലങ്ങളിൽ വികേന്ദ്രീകരണം വളരെ ഫലപ്രദമാണ്. ഉദാഹരണത്തിന്, രാഷ്ട്രീയപരമായി ഏറ്റവും ഫലപ്രദമായ സംസ്ഥാനമാണ് കേരളം. അവിടെയുള്ളത് ഏറ്റവും വികേന്ദ്രീകൃതമായ രാഷ്ട്രീയ സംവിധാനമാണ്. കൂടാതെ കഴിഞ്ഞ 40 വർഷം കൊണ്ട് ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനവും വിദ്യാഭ്യാസ സംവിധാനവും ഒരുക്കാൻ കേരളത്തിന് സാധിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ നേട്ടങ്ങൾക്കൊപ്പം ജനാധിപത്യത്തെ അർദ്ധവത്താക്കുന്ന ശാക്തീകരിക്കുന്ന പ്രവർത്തനങ്ങളും ഒപ്പം കൊണ്ടുപോകാനും സാധിച്ചു. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ഓരോ വാഗ്ദാനവും പൂർത്തീകരിക്കുക മാത്രമല്ല, ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ അവയുടെ പുരോഗതി ജനങ്ങളെ അറിയിക്കുന്ന സമ്പ്രദായം രാജ്യത്ത് ആദ്യമായി കേരളത്തിലാണ് ആരംഭിച്ചത്. നവകേരള കർമ്മ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ജനങ്ങളുമായി സംവദിക്കുന്നതിനും അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിനുമായി മന്ത്രിസഭ ഒന്നടങ്കം പങ്കെടുത്ത് 140 നിയമസഭാ മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് സംഘടിപ്പിച്ചു. ഭരണനിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ മേഖലാ അവലോകന യോഗങ്ങൾ നടത്തി. തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ വികസന സദസ്സുകൾ ആരംഭിച്ചു. അതിപ്പോഴും തുടരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.